ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി വരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഓങ്ങല്ലൂർ കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. 50 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. 2017-2018 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കൊണ്ടയൂർ പാലത്തിന് 50 കോടി രൂപ വകയിരുത്തിയത്. പാലത്തിന് മാത്രം 16.95 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പിന് 1,32 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം, സർവേ എന്നിവയ്ക്കും 50 കോടിയിൽ നിന്നും തുക വകമാറ്റും. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്ന് 150 സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെന്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. 337 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പാലം നിർമ്മിക്കാനാണ് പദ്ധതി. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും ദേശമംഗലം, വരവൂർ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാകും. ഇതൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് വഴിയായി പാലം വന്നാൽ ഈ നാടനെ നന്നായി പുരോഗമിച്ചു. ഒരുപാട് പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഈ നാട്ടിൽ. പാലം വരുന്നതോടെ കാരക്കാട് പ്രദേശത്തിന്റെ വികസനത്തിനും വഴി തെളിയും. നിലവിലിവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ പാലം വരുന്നത് പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. കൃഷിക്കാർക്കും ഇതിനൊക്കെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതായിട്ട് വരും. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരു പുരോഗമനം ഈ ഭാഗങ്ങളിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും പുരോഗമനം തന്നെയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി തൃശൂർ ജില്ലയിലെ പ്രൊജക്റ്റായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. നിർദ്ദിഷ്ട കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാത കൂടി ഇതിനോട് ചേർന്നു വരുന്നതിനാൽ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാകും ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.